ഇതിനകം തന്നെ പാട്ട് വൈറലായി. വാലിബലിലെ പാട്ട് പക്ഷെ വാലിബലിലാണെന്ന് അറിയാണ്ട് പാടിയതാണ് അതെ അല്ലേ? അതെ വാലിബലിലാണെന്ന് അറിയാണ്ട് പാടിയതാണ്. ലിജു അല്ല, എന്നെ പ്രശാന്താണ് വിളിച്ചത്. ഒരു വർഷം മുന്നേ പ്രശാന്ത് വിളിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വർഷം മുമ്പ്. ഒരു വർഷം മുന്നേ വാലിബൽ തുടങ്ങിയിട്ട് കുറച്ച് കാലഘട്ടം ആയല്ലോ. അതെ അതെ. അപ്പോൾ ഒരു ട്രൈ ചെയ്ത് നോക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ്. പാട്ട് പാടിക്കഴിഞ്ഞു. ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഞാൻ പടങ്ങളെ കുറിച്ചൊന്നും ചോദിക്കാറില്ല, ഏത് പടത്തിലാണ് എന്നൊന്നും ചോദിക്കാറില്ല, കൺഫർമേഷനും ഞാൻ ചോദിക്കാറില്ല. വരികയാണെങ്കിൽ അറിയിച്ചാൽ മതി എന്നുള്ള രീതിക്ക്. അപ്പോൾ ഒരു 2 മാസം മുന്നേ ലിജോയുടെ പടത്തിൻ്റെ ഒരു അതിൻ്റെ അകത്തൊരു ആട്ടക്കാരി ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർക്ക് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഡബ് ചെയ്തിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണ്. അപ്പോൾ ഡബ് ചെയ്യാനുമാണെന്ന് പറഞ്ഞിട്ടില്ല, വിളിക്കുകയായിരുന്നു ചെയ്തത്. അഭയൊന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയി ആട്ടക്കാരി അവിടെ ചെന്ന് നിന്നപ്പോൾ സമയത്ത് പറഞ്ഞു ഡബ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ പാടാനാണ് വന്നത്, ഡബ് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ പാട്ടുകാരിയാണല്ലോ, പാട്ടാണല്ലോ എനിക്ക് വേണ്ടത്. മലയക്കോട്ടൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ആവേശത്തിലാണ് പോയത്. അപ്പോൾ കയറി ആട്ടക്കാരിക്ക് ഡബ് ചെയ്തു. ദയനീയമായ പരാജയമായിരുന്നു. ഇറങ്ങി വന്നതിന് ശേഷം ലിജോ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു, അപ്പേ പാടിയ പാട്ട് കേൾപ്പിച്ചു തരണ്ടേന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ഇതിലാണെന്ന് മനസ്സിലാക്കിയത്. ലിജോ ഈ ഡബിങ് പറ്റത്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? അതായത് ലിജോ വളരെ ടാക്ടിക്കലായി വളരെ രസമാണ്. ലിജോ എന്താ പറയാ, നമ്മൾ ഈ കാണുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പടങ്ങളൊക്കെ എടുക്കുന്ന വളരെ മനുഷ്യനാണ്. പക്ഷേ ഇത്രയും കോമഡി സെൻസുള്ള, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്താ പറയുക, തിരിച്ചു പറയാൻ പറ്റുന്ന, എന്താ പറയുക, കറക്റ്റായിട്ട് ഇത് ചെയ്യും. എന്താ പറയുക, വാക്ക് എനിക്ക് കിട്ടുന്നില്ല. കൗണ്ടർ ചെയ്യും, കറക്റ്റായിട്ട് കൗണ്ടർ ചെയ്യും. ചിരിച്ച് ചാവും. അങ്ങനെ ലിജോ എപ്പോഴും ആൾക്കാരുടെ അടുത്തൊക്കെ പെരുമാറുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഭാഗമായത് കാരണം അന്ന് സംസാരിച്ചപ്പോൾ വളരെ ടാക്ടിക്കലായിട്ട് നമുക്ക് പാട്ട് പാടി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, അതെനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. അത് പൊളിയണമെന്നല്ല, എങ്ങനെയെങ്കിലും ഇറങ്ങി വരണമെന്നുണ്ടായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ പാട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കൺഫേം ആണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് പ്രശാന്ത് സിംഗ് സൗണ്ട് അല്ലേ? സിംഗ് സൗണ്ട് ആണ്. ഇത് ഡബ് ചെയ്യുന്ന ചെറിയ കുറേയൊക്കെ സിംഗ് സൗണ്ടും കുറേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് മുഴുവനായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കുറേയൊക്കെ സിംഗ് സൗണ്ട് ആണെന്ന് തോന്നുന്നത്.